ത്രേസി എടുക്കാതെ പോയ കൈതച്ചക്ക അവിടെ തന്നെ കിടന്നു. ദേവനതെടുത്തില്ല. വീട്ടിലെത്തിയ ദേവന് മനസ്സിനെന്തോ വിഷമം തോന്നി. അവരെന്തിനാവോ അങ്ങനെ ചെയ്തത്? അത്തരം ഒരു സ്ത്രീയാണെന്ന് ഒരിക്കലും കരുതിയില്ല. നാളെ അവര് ജോലിക്ക് വന്നാ അവർക്കെങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയും? എനിക്കെങ്ങനെ അവരോട് പഴയ പോലെ സംസാരിക്കാൻ കഴിയും? നിസ്സാരമായ ഒരു കൈതച്ചക്കയുടെ പേരിൽ അവരോട് അങ്ങനെ പറയേണ്ടി വന്നു. പറയാതെ പറ്റില്ലല്ലോ, അതെന്റെ ജോലിയല്ലേ. നേരമിരുട്ടി. ഓരോന്നും ഓർത്തുകൊണ്ട് കിടക്കുകയാണ് ദേവൻ. എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് കൈ കഴുകി വീണ്ടും വന്നു കിടന്നു. വല്ലാത്തൊരു ഒറ്റപ്പെടൽ. ചിലപ്പോൾ പലരും മദ്യപാനവും പുകവലിയൊക്കെ തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഒറ്റപ്പെടുന്നവന്റെ മനസ്സിൽ ദുശ്ശീലങ്ങളുടെ കാട്ടുവള്ളികൾ വേഗത്തിൽ പടരും. എന്തായാലും അതൊന്നും വേണ്ട. തനിക്ക് ചുറ്റും ചിലർ പ്രതീക്ഷയോടെയുണ്ട്. തുറന്നിട്ട ജാലകത്തിലൂടെ നിലാവ് മുറിയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. നിലാവോ? ഇതോ? നിലാവിന് ഇത്രയും വിളിച്ചോ? ദേവൻ എഴുന്നേറ്റ് ജാലകത്തിനരികിലെത്തി. ജാലകത്തിന്റെ അഴിയിലൂടെ കൂറ്റൻ ബംഗ്ലാവിലേക്ക് നോക്കി. ബംഗ്ലാവിന്റെ മുകളിലെ നിലയിലെ ഒരു മുറിയിൽ വല്ലാത്ത വെളിച്ചം. അതെ, ആ ലൈബ്രറി റൂമിലാണ് വെളിച്ചം. കറണ്ടില്ലാത്ത ബംഗ്ലാവിൽ അവിടെ മാത്രം എങ്ങനെയാണ് വെളിച്ചമുണ്ടായത്? ഇനി വല്ല പ്രേതമോ മറ്റോ? ഛേ, ഞാൻ എന്തൊരു മണ്ടനാണ്. ഈ നൂറ്റാണ്ടിലാണ് പ്രേതവും മണ്ണാങ്കട്ടയും. എല്ലാം മനുഷ്യന് സാഹചര്യങ്ങൾ സമ്മാനിക്കുന്ന തോന്നലുകൾ മാത്രമാണ്. ഈ കാലത്തിനിടയിൽ ഒരിക്കൽ പോലും തനിക്കൊരു പ്രേതാനുഭവം ഉണ്ടായിട്ടില്ല. ഇതാരോ കളിക്കുന്ന കളിയാണ്, അത് തീർച്ച. പെട്ടെന്നാണ് ദേവൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ബംഗ്ലാവിന്റെ പിറകുവശത്തു നിന്നും തെക്കു ഭാഗത്തേക്ക് ഒരു വെളിച്ചം പതിയെ പരക്കുന്നു. അതിലൂടെ ആരുടെയോ ഒരു കരിനിഴൽ പതിയെ നടന്നു വരുന്നു. ദേവൻ കണ്ണുകൾ ഇറുക്കിയടച്ച് തുറന്നുകൊണ്ട് വീണ്ടും നോക്കി. ശരിയാണ്, ആരോ വരുന്നുണ്ട്. ആ, ആളെ ഏകദേശം മനസ്സിലായി. ജോൺകുട്ടി, ഞാൻ നീ ഉദ്ദേശിക്കുന്ന ആളല്ല. നിന്റെ കളി എന്നോട് വേണ്ട. നീ കളി മതിയാക്ക്. മനുഷ്യരില്ലാത്ത ഈ നശിച്ച സ്ഥലത്ത് നിന്റെ കളി ആര് കാണാനാണ്? മതിയാക്ക് നീ. ഇനിയും നീ കളിക്കരുത്. അത് കേട്ടതോടെ ആ നിഴൽ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് കാണാതാവുകയും ചെയ്തു. മുകളിലെ നിലയിലെ റൂമിൽ ആരോ ലൈറ്റ് ഓഫ് ചെയ്തതുപോലെ ഇരുട്ട് പരന്നു. ആഹാ, നിന്റെ കളി ഞാൻ അറിയില്ലെന്ന് കരുതിയോ ജോൺകുട്ടി? നീ പോകാൻ നോക്ക്. ഇതാള് വേറെയാണ്. ദേവൻ ജാലകവാതിൽ അടച്ചുകൊണ്ട് കർട്ടൻ നീക്കിയിട്ടു. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം തന്റെ മൊബൈലിലെ മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്തു. ഹെഡ്സെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ അറ്റം ഇരു ചെവിയിലും തിരുകി കണ്ണുകൾ അടച്ചു കിടന്നു. തനിക്കിഷ്ടപ്പെട്ട സുന്ദരമായ ഗാനങ്ങൾ മാത്രമാണ് ചെവികൾക്കിപ്പോൾ ശ്രവിക്കാൻ കഴിയുന്നത്. കരളെ നിൻ കൈപിടിച്ചാൽ എന്തേ ഇന്നും വന്നീല, ശ്രീരാഗമോ തേടുന്നു നീ. കേട്ട പാട്ടുകൾ വീണ്ടും വീണ്ടും ആ കാതുകളിൽ തഴുകി തലോടിക്കൊണ്ടിരുന്നു. ആ സംഗീതത്തിൽ ലയിച്ച ദേവൻ തെല്ല് ദൂരെ ഒരു നായ ഓരിയിടുന്നത് കേട്ടില്ല. ദീർഘവും അസാധാരണവുമായിരുന്നു ആ ഓരിയിടൽ. ദേവൻ പാതി മയക്കത്തിലാണ്. ഒരു നായ തന്റെ വീടിനു ചുറ്റും ഓടി നടന്ന് ഓരിയിടുന്നതായി ദേവന്റെ ബോധമനസ്സിന് തോന്നി. എന്നാൽ കണ്ണുകൾ അപ്പോഴേക്കും നിദ്രയെ അന്വേഷിച്ച് പുറപ്പെട്ടിരുന്നു. മുറിയിൽ വല്ലാത്ത സുഗന്ധവും തണുപ്പും നിറഞ്ഞു. ദേവന്റെ കൺപോള എന്ന കഴുതയിൽ ഉറക്കം തന്റെ വിഴുപ്പ് ഭാണ്ഡം കെട്ടിവെച്ചു കഴിഞ്ഞു. സമയം 12 മണി. എന്നോ നിശ്ചലമായ ഘടികാരത്തിന്റെ മണിക്കൂർ സൂചി ഒന്ന് മുന്നോട്ട് ചലിച്ചു. പിന്നെ പിറകിലേക്ക് മാറി പഴയ പോലെ തന്നെ നിന്നു. ആ നിമിഷം ദേവന്റെ ഫോണിലെ ഗാനം നിശ്ചലമായി. അടുത്ത നിമിഷം ആ ഹെഡ്സെറ്റിലൂടെ മറ്റൊരു ഗാനം ദേവന്റെ ചെവികളിലേക്ക് ഒഴുകി. ചുരാലിയാ ഹേ തുംനെ ജോ ദിൽ കോ. ആ ഗാനം പാതി മയക്കത്തിൽ കേട്ടുകൊണ്ടുറങ്ങിയ ദേവൻ അറിയില്ലായിരുന്നു തന്റെ കട്ടിലിനരികിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ വെളുത്ത രൂപത്തെ. രാവിലെ ഉണർന്നപ്പോഴാണ് ദേവൻ തന്റെ ചെവിയിലെ ഹെഡ്സെറ്റ് ശ്രദ്ധിച്ചത്. ഛേ, ഇത് എടുത്തു മാറ്റാൻ മറന്നോ? പിന്നെ എങ്ങനെയാണ് പാട്ടുകൾ നിന്നത്? ചിലപ്പോ വല്ല തടസ്സങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിലും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ദേവൻ മൂളിപ്പാട്ടും പാടിക്കൊണ്ട് എഴുന്നേറ്റു. ചുരാലിയാ ഹേ തുംനെ ജോ ദിൽ കോ. ഈ പാട്ടങ്ങനെ ഇപ്പൊ എന്റെ വായിൽ വന്നു. ഞാൻ ഇന്നലെ എപ്പോഴോ ഈ പാട്ട് കേട്ടിരുന്നോ? ഇല്ല, അതോർത്ത് കിടന്നിട്ടാണ്. ഞാൻ കേട്ടിട്ടൊന്നുമില്ല. റബേക്ക അവളുടെ ഡയറിയിൽ വായിച്ചതിന്റെ ഓർമ്മയാണ്. ദേവൻ ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുത്തു.
മൊബൈലിലെ സമയം നോക്കി. നേരെ 5 മണിയേ ആയിട്ടുള്ളൂ. പതിവിലും നേരത്തെ എഴുന്നേറ്റ് ദേവന് ഉറക്കവും നഷ്ടപ്പെട്ടു. ദേവൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അവിടെയുള്ള കാട്ടുചെടികളെല്ലാം പൂത്തു നിൽക്കുന്നു. അവ മുട്ടിട്ടത് എപ്പോഴാണ്? കണ്ടില്ലായിരുന്നല്ലോ. അതാ പേരമരത്തിന്റെ ചുവട്ടിൽ കുറെ പേരയ്ക്കകൾ ചിതറിക്കിടക്കുന്നു. ദേവൻ പേരമരത്തിന്റെ അരികിലേക്ക് ചെന്നു. തൊലി പൊളിഞ്ഞ പോലെ കാണപ്പെട്ട ആ പേരമരത്തിൽ ഒന്ന് തലോടി. നീ എല്ലാ പേരയ്ക്കും എനിക്ക് തന്ന ആ അണ്ണാനും മരംകൊത്തിയൊക്കെ നിന്നോട് പിണങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ദേവൻ പേരയ്ക്കകൾ പെറുക്കിയെടുത്ത് വീടിന്റെ തിണ്ണയിൽ വെച്ചു. 4 പേരയ്ക്ക മരച്ചുവട്ടിൽ നിന്നും എടുത്തില്ല. അപ്പോഴേക്കും ഒരണ്ണാൻ ഓടി വന്ന് അതിലൊന്നെടുത്തു. എടാ കള്ള, നീ ഇവിടെ ഉണ്ടാവുന്ന് ഉമ്മക്ക് അറിഞ്ഞൂടെ മോനെ? ദേവൻ മുറ്റത്തു നിന്നും കയ്യും വീശിക്കൊണ്ട് നടന്നു. റബ്ബർ തോട്ടത്തിലൂടെയും പറങ്കിമാവിൻ കാടിനുള്ളിലൂടെയും നടന്നു. മയിലും കുയിലും സർവ്വജാതി പക്ഷികളുമുണ്ട്. അവയുടെ ചിലക്കൽ മുൻപേ നേരത്തെ എഴുന്നേറ്റ് നടക്കണമായിരുന്നു. എന്താ രസം! കുറെ നടന്നപ്പോൾ ദൂരെ കുന്നിൻ മുകളിൽ സൂര്യൻ തന്റെ സ്വർണ്ണക്കൊടി പാറിക്കാനുള്ള ശ്രമം കണ്ടു. ഛേ, ഇതൊക്കെ കാണാതെ ചുമ്മാ കൂർക്കം വലിച്ചു കിടന്നല്ലോ നമ്മള്. ദേവൻ കുറെ നേരം കൂടി നടന്നു വിയർത്തു. കാടുപിടിച്ച് കിടക്കുകയാണ് പലയിടത്തും. അതിനുള്ളിൽ ഒരു പഴയ വീട് കണ്ടു. ഇതിനുള്ളിലും മനുഷ്യരോ? വീടോ? ദേവൻ ആ വീടിന്റെ മുൻപിലെത്തി. കൊച്ചു വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. ഉമ്മറത്ത് ഒരു വൃദ്ധനും ഒരു പെൺകുട്ടിയും ഇരിപ്പുണ്ട്. വൃദ്ധന്റെ പ്രായം 90 കഴിഞ്ഞു കാണും. പെൺകുട്ടിക്ക് 16-17 വയസ്സ് പ്രായം തോന്നും. കാഴ്ചയിൽ ദരിദ്രമാണ് ആ വീട്. പ്രഥമ ദൃഷ്ടിയിൽ സൗകര്യം വളരെ കുറവ്. എങ്ങനെയാണ് അവരതിനുള്ളിൽ കഴിഞ്ഞുകൂടുന്നത് എന്നറിയില്ല. ദേവൻ അവരെ നോക്കി. ഹലോ. വൃദ്ധൻ നരച്ച പുരുകമുയർത്തി ദേവനെ നോക്കി. ആരാ? ഞാൻ എസ്റ്റേറ്റിലെ പുതിയ മാനേജറാണ്, ദേവൻ. ഓ, തോട്ടത്തിലെ പണിക്കാര് പറഞ്ഞിരുന്നു. മോനിരിക്ക്. ഇരിക്കാൻ അവിടെ കസേരയൊന്നും ഇല്ലായിരുന്നു. എങ്കിലും പാവം വൃദ്ധൻ ഔപചാരികത കൈവിട്ടില്ല. വേണ്ട മാവ, ഇവിടെ ഇങ്ങനെ 2 പേര് കഴിയുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഈ എസ്റ്റേറ്റ് ഭൂമി ഒരുപാടുണ്ടല്ലോ മോനെ. എല്ലാം അറിയാൻ കുറെ നേരം എടുക്കും. വൃദ്ധന്റെ സ്വരത്തിൽ പ്രായാധിക്യത്തിന്റെ ക്ഷീണമുണ്ട്. അമ്മാവനും മോളും കൂടാതെ ഈ വീട്ടിൽ ആരുമില്ലേ? ഇല്ല, ഇതെന്റെ മോന്റെ കുട്ടിയാ. മോനും അവന്റെ ഭാര്യയും അപകടത്തിൽ മരിച്ചു. അന്നു മുതല് ഞാനും ഇവളും തനിച്ചായി. പെൺകുട്ടി ദേവനെ കൗതുകത്തോടെ നോക്കി. എന്താ മോളുടെ പേര്? മേരി. അമ്മാവന്റെയോ? അപ്പാപ്പന്റെ പേര് റാഫേൽ. മോൻ ഒറ്റയ്ക്കാണോ താമസിക്കണത്? അതെ. സൂക്ഷിക്കണം, മനുഷ്യരുടെ വേഷമിട്ട മൃഗങ്ങളാണ് ചുറ്റും. ഈ അപ്പാപ്പനുള്ള പുളൂസൊക്കെ അടിച്ച് ചേട്ടായിടെ പേടിപ്പിക്കും. നീ അകത്തു പോ. മേരി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അമ്മാവ, ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരു സന്തോഷവുമില്ല. അതാണ് രാവിലെ നടക്കാനിറങ്ങിയത്. ഇവിടെ വളരെ കുറച്ചു പേര് മാത്രമേ മോനെ സന്തോഷിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ദുഃഖം മാത്രം. അവളുടെ ശാപം. ആരുടെ? ആ പെങ്കൊച്ചിന്റെ, റബേക്കയുടെ. റബേക്കയോ? അവിടെ ആ ബംഗ്ലാവിൽ താമസിച്ചിരുന്ന റബേക്കയോ? അതെ, അവള് തന്നെ. എന്താ റബേക്കയ്ക്ക് സംഭവിച്ചത്? എനിക്ക് കുറച്ചേ അറിയൂ. വർഷം കുറച്ച് കഴിഞ്ഞല്ലോ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് പീറ്റേഴ്സൺ ബംഗ്ലാവ്. പീറ്റേഴ്സൺ സാഹിബായിരുന്നു ഈ ബംഗ്ലാവിന്റെ ഉടമ. അന്ന് ഈ എസ്റ്റേറ്റ് മുഴുവൻ കാടായിരുന്നു. പിന്നീടാണ് റബ്ബർ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചത്. അങ്ങനെയാണ് പീറ്റേഴ്സൺ റബ്ബർ കമ്പനിയുടെ തുടക്കം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരുപാട് കാലത്തിന് ശേഷം ഈ കമ്പനി വിൻസെന്റ് ലൂയിസ് എന്ന മുതലാളി വാങ്ങി. അവിടെ മാനേജറായി ജോലി ചെയ്യാൻ വന്നതായിരുന്നു ഫെർണാണ്ടസും കുടുംബവും. ഫെർണാണ്ടസിന്റെ ഏക മകളായിരുന്നു റബേക്ക മോള്. ഫെർണാണ്ടസും മകൾ റബേക്കയും ഭാര്യ എലിസബത്തും പിതാവ് ആന്ത്രോയോസ് യോഹന്നാനും. വളരെ സന്തോഷത്തോടെ അവരവിടെ ജീവിച്ചു. പിന്നെയാണ് അവരെല്ലാവരും കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെട്ടെന്നോ? എങ്ങനെ? എന്തിനാ അവരെ കൊന്നത്? ആരാണ് കൊന്നത്? അതെനിക്കറിയില്ല. പണ്ട് ഈ കൊലപാതക കേസ് വേണ്ടത്ര ആളുകൾ അറിഞ്ഞിരുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. അമ്മാവ, അതെങ്ങനെയാണ്? ഒരു കുടുംബത്തിലെ 4 പേര് മരിച്ചിട്ട് അതിന്റെ മുകളില് ഒരന്വേഷണവും ഉണ്ടായില്ലെന്നോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല.
വിശ്വസിക്കണം കുഞ്ഞെ, ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെർണാണ്ടസും കുടുംബവും കൊല്ലപ്പെടുന്നത് 76-ലോ 77-ലോ ആണ്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലം. അന്ന് കോടതികളെക്കാൾ പ്രാധാന്യം പോലീസ് ഏമാന്മാരുടെ ആഫീസുകൾക്കായിരുന്നു. ഒട്ടനവധി പേര് അന്ന് പോലീസ് ക്യാമ്പുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പണം കൊടുത്തോ എങ്ങനോ ആ 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് കേസാക്കാൻ അന്നത്തെ പോലീസിന് ശക്തിയില്ലായിരുന്നു. വൃദ്ധൻ എന്തോ ആലോചിച്ചു കിടന്നു. അമ്മാവാ, അമ്മാവാ. മേരി പുറത്തേക്ക് വന്നു. അപ്പാപ്പൻ പഴയ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയ ഇങ്ങനാ. പിന്നെ അതൊക്കെ ഓർത്ത് കിടക്കും കുറെ നേരം. വയസ്സൊരുപാടായി. മേരി നെടുവീർപ്പിട്ടു. അപ്പാപ്പന്റെ കാലം കഴിഞ്ഞാൽ താൻ അനാഥയാകും എന്നൊരർത്ഥം ആ നെടുവീർപ്പിലുള്ളതായി ദേവന് തോന്നി. സോറി കേട്ടോ, ഞാൻ കാരണം ബുദ്ധിമുട്ടായല്ലേ? ഏയ് സാരമില്ല. ആരെയെങ്കിലും പുതിയതായി കണ്ടാൽ അപ്പാപ്പന് സംസാരിക്കണം. അത് ഞാൻ തടയാതിരിക്കാനാണ് എന്നോട് അകത്തേക്ക് പോവാൻ പറഞ്ഞത്. മേരി പഠിക്കുന്നുണ്ടോ? 10 വരെ പഠിച്ചു, പിന്നെ പറ്റിയില്ല. ദേവൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചില്ല. എന്നാൽ മറ്റൊരു കാര്യം ചോദിച്ചു. കുട്ടിക്ക് റബേക്കയെക്കുറിച്ച് വേറെ വല്ലതും അറിയാമോ? കൂടുതലൊന്നും അറിയില്ല ചേട്ടായി. അപ്പാപ്പൻ പറഞ്ഞ് 2-3 കൂട്ടം അറിയാം. അതെന്താ? റബേക്കയ്ക്ക് പെയിന്റിങ് ഇഷ്ടായിരുന്നു അത്രേ, പിന്നെ പാട്ട് പാടാനും. ബംഗ്ലാവിൽ ഒരു കാലത്ത് റബേക്കയുടെ പാട്ടിന് നല്ല ഡിമാൻഡായിരുന്നു അത്രേ. ശരി, പിന്നെ കാണാം. ഞാൻ പോട്ടെ. വീട് വൃത്തിയാക്കാൻ ആള് വന്ന് കാണും. ശരി ചേട്ടായി. ചേട്ടായിയുടെ പേരെന്തോന്നാ? ഞാൻ മറന്നു. ദേവൻ. നല്ല പേര്. കല്യാണം കഴിച്ചതാണോ? ഇല്ല, കഴിക്കണം. അമ്മാവന്റെ മോളെ. ദേവൻ മൊബൈലിലെ ഫോട്ടോ മേരിയെ കാണിച്ചു. ചേച്ചി സുന്ദരിയാണല്ലോ. ദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു. അപ്പോഴാണ് താൻ വളരെയധികം ദൂരം നടന്നുവെന്ന് ദേവന് മനസ്സിലായത്. ദേവൻ വേഗത്തിൽ നടന്നു. ദേവന്റെ പാദത്തിനടിയിൽപ്പെട്ട് റബ്ബർ കായകൾ പൊട്ടി. താക്കോലാൽ പൂട്ടിക്കിടക്കുന്ന വീടിനു മുൻപിൽ ത്രേസ്യ ദേവനെ കാത്തു നിൽക്കുകയായിരുന്നു. ദേവൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മുറ്റത്ത് നിൽക്കുകയായിരുന്നു ത്രേസ്യ. ഞാനൊന്ന് നടക്കാൻ പോയതാ. ത്രേസ്യ ഒന്നും മിണ്ടിയില്ല. അവർ ജോലി ചെയ്യാൻ തുടങ്ങി, ഒരു യന്ത്രം പോലെ. ദേവൻ അവരോട് എന്തോ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. എന്നാൽ തീർത്തും ഒരു അന്യയെപ്പോലെയാണ് അവർ പെരുമാറുന്നത്. വീടുപണി ചെയ്യാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു യന്ത്രം പോലെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവർ ജോലി തുടർന്നു. വേഗം ചായക്കുള്ളതും ചോറും കറിയുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവർ അടുക്കളയിലെ സവാളയുടെ തൊലി അടിച്ചുവാരി കളയുകയാണ്. ദേവൻ അടുക്കളയിലെത്തി. ദേവനെ കണ്ടിട്ടും കാണാതെ നിൽക്കുന്ന ത്രേസ്യ. ദേവൻ നിലത്തേക്ക് നോക്കി. ത്രേസ്യയുടെ 2 തുള്ളി കണ്ണുനീർ തറയിൽ പൊഴിഞ്ഞു വീഴുന്നത് ദേവൻ കണ്ടു. ഹേയ്, എന്താ ഇത്? എന്തിനാ കരയുന്നത്? ത്രേസ്യ മറുപടിയൊന്നും നൽകാതെ അടിച്ചു വാരുകയാണ്. കരയാൻ മാത്രം ഞാനിന്നലെ ഒന്നും പറഞ്ഞില്ല. പ്ലീസ് കരയാതിരിക്കൂ. അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് അടിച്ചുവാരി. ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങി. പോകുക എന്നുപോലും പറയാതെ നടക്കാൻ തുടങ്ങിയ ത്രേസ്യയുടെ മുൻപിൽ ദേവൻ വന്നു നിന്നു. പ്ലീസ്, നിങ്ങളിങ്ങനെ കരയരുത്. എനിക്കിത് കാണുമ്പോൾ ഇത്തിരി സങ്കടമുണ്ട്. ത്രേസ്യ ദേവനെ മുഖമുയർത്തി നോക്കി. ഞാൻ പറഞ്ഞത് വിഷമമായെങ്കിൽ സോറി. നിങ്ങളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കള്ളിയല്ല. ത്രേസ്യ വീണ്ടും വിതുമ്പാൻ തുടങ്ങി. ഏയ്, നിങ്ങളിങ്ങനെ കരയാതെ. ഞങ്ങളുടെ ജീവിതം ആർക്കും അറിയില്ല, ആർക്കും. ദേവൻ അവർ പറയുന്നത് കേട്ടു നിൽക്കുകയാണ്. ജീവനുള്ള കാലം മുഴുവൻ നരകിച്ച് ജീവിക്കുക. എന്നാലും ത്രേസ്യ കള്ളിയല്ല സാറേ. മോനെ എന്നുള്ള വിളി അതിനോടകം ത്രേസ്യ മാറ്റിയിരിക്കുന്നു. സാറിന്റെ പ്രായത്തിലുള്ളൊരു മോൻ എനിക്കുണ്ട്. അവനിപ്പോ ജീവനോടെ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഉണ്ടെന്ന് കരുതി ഞാനും എൻ്റെ മോളും ജീവിക്കുകയാണ്. എന്നെങ്കിലും അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വരും. സാറിനെ കാണുമ്പോൾ എനിക്കെൻ്റെ മോനെ കാണുന്ന പോലാ, എൻ്റെ സ്വന്തം മോനെ കാണുന്ന പോലെയാ. സാറിന് തരാൻ വേണ്ടിയിട്ടാ ഞാനത് പൊട്ടിച്ചത്. ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല തരാൻ. ചേച്ചി ഇത് മറന്നേക്ക്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് വേദനിക്കുന്ന ഞാൻ കരുതിയില്ല. ഞങ്ങൾ എങ്ങനെയാ കഴിയണമെന്ന് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് അധികാരവുമില്ല. പോട്ടെ സാറേ, പോയിട്ട് തോട്ടത്തിൽ പണിയുണ്ട്. അവരുടെ മനസ്സ്
വല്ലാതെ നൊന്തുവെന്ന് മനസ്സിലായെങ്കിലും സാറേ വിളി മാറ്റി മോനെ എന്ന് വിളിക്കാൻ ദേവൻ പറഞ്ഞില്ല. മനസ്സിലങ്ങനെ തോന്നിയെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഉണ്ണിയും വാസുവും എത്തി. ഉണ്ണിയുടെ വാചാലത അതിനോടകം ദേവൻ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. സാറേ, ഞാനൊക്കെ ഉണ്ടല്ലോ വലിയ തറവാട്ടിൽ ജനിച്ചതാ. 100-500 പറ നെല്ല്, വീട്ടിലാണെങ്കില് 100-300 ആടോള്. ഇത് കേട്ട് വാസു പറഞ്ഞു. 300 ആടോ? നല്ല കാച്ചാണല്ലോ കാച്ചണത്. കാച്ചിലോ? കാച്ചില് പറമ്പില്. ഇത് സത്യാടോ, നീ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ഉണ്ണിയേട്ടൻ പറഞ്ഞു. എനിക്ക് വിശ്വാസാ. ഉണ്ണി വാസുവിനെ നോക്കി. കണ്ടില്ലടാ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കണത്. എടാ മരപ്പട്ടി വാസു, നിനക്കെന്നെ കുറിച്ച് എന്താടാ അറിയാ? ആശാൻ എന്നെ പട്ടീന്നോ പൂച്ചേന്നോ വിളിച്ചോ? എന്നെ പണി പഠിപ്പിച്ച ആശാനല്ലേ? ആ, അപ്പൊ നിനക്കതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഉണ്ണിയേട്ടാ, നമ്മുടെ ത്രേസി ചേച്ചി ആളെങ്ങനെയാ? വല്ലാത്തൊരു സ്ത്രീയാ. ഇവിടെ ഞാൻ വന്നിട്ട് 10-12 കൊല്ലായി. അന്നു മുതൽ അങ്ങോട്ടെന്തെങ്കിലും ചോദിച്ചാ അതിന്റെ മറുപടി പറയും, അത്രമാത്രം. ചിലപ്പോ ഒരു മൂളലാവും. ത്രേസി ചേച്ചി അധികം സംസാരിക്കാറില്ല അല്ലേ? അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിലും ആരാ ഇവിടെ അധികം സംസാരിക്കുക? ഇവിടെ ആരും അധികം സംസാരിക്കാറില്ല. സംസാരിക്കാൻ പാടില്ല, അധികാരമില്ല. അതെന്താ അങ്ങനെ? നിങ്ങളെന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ. അതല്ല സാറേ. പിന്നെ? ഒന്നുമില്ല സാറേ, ഞാൻ പറഞ്ഞല്ലോ അധികാരമില്ലാന്ന്. നിങ്ങളെല്ലാവരും എന്നിന്ന് പലതും മറയ്ക്കുന്നു. എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ പോവാ സാറേ. പാലില് ആസിഡ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, പോയി ഷീറ്റ് അടിക്കട്ടെ. ഉണ്ണി പോകാൻ തിരക്കുകൂട്ടി. ഉണ്ണിയും വാസുവും പോയി കഴിഞ്ഞപ്പോൾ ജോൺകുട്ടി വന്നു. എടോ, താൻ എന്ത് പണിയാ കാണിച്ചേ? എന്തിനാ ഇന്നലെ രാത്രി എന്നെ പേടിപ്പിക്കാൻ നോക്കിയത്? സാർ എന്താ പറയുന്നേ? ഇന്നലെ രാത്രി ആര് പേടിപ്പിച്ചെന്നാ? ഇന്നലെ രാത്രി ബംഗ്ലാവിന്റെ മുകളിലെ നിലയിലെ ലൈബ്രറി റൂമിൽ നിന്ന് ഞാൻ വെളിച്ചം കണ്ടു. വെളിച്ചെന്ന് പറഞ്ഞാ ലൈറ്റ് ഇട്ട പോലെ. ലൈറ്റോ? അവിടുത്തെ കറണ്ട് കണക്ഷനൊക്കെ കട്ടായിട്ട് കാലം എത്രയായെന്ന വിചാരം? ജോൺകുട്ടി, സത്യം പറ, എന്തിനാ നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കണേ? എന്താ കാര്യം? ഞാനല്ലാന്ന് പറഞ്ഞില്ലേ? ആ റൂമീന്ന് വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞത് സത്യാണോ? അല്ലാതെ പിന്നെ? ജോൺകുട്ടിയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം, ആശങ്കയുടെ കനത്ത ഭാവം. അയാൾ തന്റെ കുപ്പായത്തിന്റെ ഇടതുകൈ മടക്കി വെച്ചു. ആദ്യമായി ജോൺകുട്ടിയുടെ കൈത്തണ്ടയിൽ കെട്ടിയ രക്ഷ ദേവൻ കണ്ടു. ജോൺകുട്ടി ആ രക്ഷയിലൊന്ന് തലോടി. ഇത് കയ്യിലുണ്ടേ ഒരാത്മാവും എന്റെ 7 അയലത്ത് വരില്ല. ജോൺകുട്ടിക്ക് വിശ്വാസമുണ്ടോ ഇതിലൊക്കെ? ആദ്യം ഇല്ലായിരുന്നു. ആദ്യം ആർക്കും വിശ്വാസം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ വിശ്വസിക്കാത്ത അവസ്ഥയാവും. ജോൺകുട്ടി മുറ്റത്തേക്കിറങ്ങി വണ്ടിയിൽ നിന്നും ഒരു കുപ്പി മദ്യം എടുത്തുകൊണ്ട് വന്നു. സാറ് ക്ഷമിക്കണം, ഇന്ന് ഞാൻ വണ്ടി ഓടിച്ച് ക്ഷീണിച്ചു. ഒരു ഗ്ലാസും കുറച്ച് വെള്ളവും വേണം. ഇവന് 2 എണ്ണം അടിച്ചിട്ടേ ഇനി പോകാൻ പറ്റൂ. സാറ് ബുദ്ധിമുട്ടണ്ട, ഗ്ലാസും വെള്ളവും ഞാൻ എടുത്തോളാം. ദേവൻ ജോൺകുട്ടിയെ തടഞ്ഞില്ല. ദേവന്റെ അപ്പുറത്തിരുന്ന് ജോൺകുട്ടി കുപ്പിയിൽ നിന്നും 3-4 പെഗ്ഗൊഴിച്ച് കഴിച്ചു. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ജോൺകുട്ടി, നമ്മുടെ ത്രേസിയേച്ചി ആളെങ്ങനെയാ? പിഴകളാ. അമ്മയും കണക്കാ, മോളും കണക്കാ. നാവെടുത്താ നുണയേ പറയൂ. എന്റെ അടുത്ത് അവരുടെ കളിയൊന്നും നടക്കില്ല. അവറ്റകൾക്ക് പണമൊന്നും കൊടുത്തേക്കരുതേ. ഞാനിന്ന് ബംഗ്ലാവ് ക്ലീൻ ചെയ്തെന്റെ കൂലി നൽകിയപ്പോ പോലും അവര് വാങ്ങിയില്ല. ആ പരിപാടിയൊന്നും വേണ്ട സാറേ. ആവശ്യമുള്ളത് ജോർജ് സാറ് കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അതാണ് നല്ലതും. കുറച്ചു കഴിഞ്ഞ് ജോൺകുട്ടി എഴുന്നേറ്റ് വണ്ടിയിൽ കയറി പാഞ്ഞുപോയി. ദേവൻ വീണ്ടും ഒറ്റയ്ക്കായി. വല്ലാത്ത മടുപ്പ്. ഏകാന്തതയുടെ കാക്കകൾ അയാളുടെ മനസ്സ് കൊത്തിപ്പറിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എസ്റ്റേറ്റ് ഗേറ്റ് വരെ നടന്നുപോയി വീട്ടുകാർക്ക് ഫോൺ ചെയ്തു. എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെയെല്ലാം ദേവന് നേരിൽ കാണാൻ തോന്നി. രാത്രി കിടക്കാൻ നേരം മനസ്സിൽ വീട്ടുകാർ ഓരോരുത്തരെയും ഓർത്തു. അമ്മ സുഭദ്രയുടെ മുഖം, അനിയത്തി ദേവൂട്ടിയുടെ ചിരി, മുറപ്പെണ്ണ് മീനാക്ഷിയുടെ കൊഞ്ചൽ, മുത്തശ്ശിയുടെ തലോടൽ. പക്ഷേ ഒടുവിൽ വന്നു നിൽക്കുന്നത് ത്രേസിയിലാണ്. താൻ കാരണം ഒരു മുതിർന്ന സ്ത്രീ കരഞ്ഞു, വേദനയോടെ കരഞ്ഞു. ഇവിടെയുള്ള ഓരോരുത്തരും നിഗൂഢമായ ഓരോ പുസ്തകങ്ങളാണ്. അപരിചിതമായ ഏതോ അക്ഷരങ്ങളാണ് അതിൽ നിറയെ. വായിച്ചെടുക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ പുസ്തകങ്ങൾ. അതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേയൊരു പുസ്തകമേ ഉള്ളൂ.
റബേക്കയുടെ പുസ്തകം. ആ കറുത്തുരുണ്ട ചെറിയ അക്ഷരങ്ങൾ എത്ര സുന്ദരമാണ്. റബേക്കയ്ക്കും കുടുംബത്തിനും എന്താണ് സംഭവിച്ചത്? റാഫേൽ അമ്മാവൻ പറയുന്നത് സത്യമാണെങ്കിൽ അവൾ 1976-ലോ 7-ലോ ആണ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക. എന്തിനാവും ആ 17 വയസ്സുള്ള പെൺകുട്ടിയെ കൊന്നത്? ഏത് ക്രൂരനായിരിക്കും അത് ചെയ്തത്? റബേക്കയുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെയുണ്ടോ? പെട്ടെന്ന് കാറ്റ് വീശാൻ തുടങ്ങി. ജനൽവാതിലുകൾ കാറ്റിൽ കൊട്ടിയടഞ്ഞ് തുറന്നുകൊണ്ടിരുന്നു. ജനൽവാതിൽ അടയ്ക്കാൻ വന്ന ദേവൻ കണ്ടത് ബംഗ്ലാവിലെ ലൈബ്രറിയിൽ നിന്നുള്ള വെളിച്ചമാണ്. അതിനുള്ളിൽ ഒരു പെൺകുട്ടിയുടെ നിഴൽ നടക്കുന്നതായി കാണാം. അതെ, വ്യക്തമായി കാണാം. ദേവന് തന്റെ ഞരമ്പുകളിലെ രക്തം ഉറഞ്ഞു പോകുന്നതായി തോന്നി. ആരാണത്? റബേക്കയോ? അപ്പോ ആത്മാവ്, പ്രേതമെന്നൊക്കെ പറയുന്നത് സത്യമാണോ? റബേക്ക തന്നെ ഉപദ്രവിക്കുമോ? അന്ന് ലൈറ്റ് ഓഫ് ചെയ്യാതെയാണ് ദേവൻ കിടന്നത്. ഉറക്കം വരുമ്പോഴും ഇടയ്ക്കിടെ കണ്ണുകൾ തുറന്നു നോക്കും. ആരുമില്ല, എല്ലാം തോന്നലാണ് എന്നു കരുതാനായിരുന്നു ദേവനിഷ്ടം. എന്നാൽ മുറിയിലെ വല്ലാത്ത കുളിരും സുഗന്ധവും അസാധാരണമാണ്. എങ്ങനെയാണ് പെട്ടെന്ന് ഈ കുളിരും സുഗന്ധവും ഈ മുറിയാകെ വ്യാപിച്ചത്? പൊയ്മുഖം തന്നെ. ത്രേസ്യയ്ക്കും മകൾ ആൻസിക്കും ജോൺകുട്ടിക്കും ഉണ്ണിക്കും വാസുവിനും പൊയ്മുഖമാണ്. ചിലപ്പോൾ ജോർജീപ്പൻ സാറിനും പൊയ്മുഖം ഉണ്ടാവും. പടുവൃദ്ധനായ റാഫേലിനും കൊച്ചുമോൾ മേരിക്കും പൊയ്മുഖം കാണുമോ? അറിയില്ല. ഈ എസ്റ്റേറ്റ് തനിക്ക് എപ്പോഴോ ഒരു തടവറയായി മാറിയിരിക്കുന്നു. 6 മാസം നീണ്ടു നിൽക്കുന്ന ജയിൽവാസം. ഇതിൽ നിന്നും മോചനം വേണം. മടുത്തു. മടുപ്പിക്കുന്ന ഈ ഏകാന്തവാസത്തിൽ നിന്നും മോചനം വേണം. ദേവൻ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ ഉറക്കമുണർന്ന് ദേവൻ ജനാല തുറന്ന് ആദ്യം നോക്കിയത് ആ ബംഗ്ലാവിനെയാണ്. ബംഗ്ലാവിന്റെ മുറ്റത്ത് ചെറിയ പുഴുക്കളെ കൊത്തി തിന്നുകൊണ്ട് കരിയിലക്കിളികൾ ബഹളം വയ്ക്കുന്നുണ്ട്. ശാന്തമായ അന്തരീക്ഷം. ദേവൻ വീടിന്റെ വാതിൽ തുറന്ന് ഉമ്മറത്തെത്തി. തിണ്ണയിലതാ ഒരു റോസാപ്പൂവ്. ആരാണ് ഈ റോസാപ്പൂവ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇവിടെ എവിടെയും റോസാച്ചെടിയില്ല. റോസാപ്പൂവിന്റെ കടും ചുവപ്പ് നിറവും കമ്പിലെ പച്ചയിലകളും അതിമനോഹരമാണ്. ത്രേസി ചേച്ചി കൊണ്ടുവന്നതാവുമോ? അതിരാവിലെ ഇവിടെ അവർ വരാറില്ലല്ലോ. ഇനി വന്നാലും മാറി നിൽക്കേണ്ട കാര്യവുമില്ല. ദേവൻ ആ റോസാപ്പൂവും കയ്യിലെടുത്ത് മുറ്റത്തിറങ്ങി നടക്കാൻ തുടങ്ങി. നടന്നു നടന്ന് റബ്ബർ തോട്ടവും പറങ്കിമാവിൻ കാടും കഴിഞ്ഞ് ആ കൊച്ചു വീടിന്റെ മുൻപിലെത്തി. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ആ വീടിന്റെ ഭിത്തികളെ ചുംബിക്കുന്നുണ്ട്. മേരി ചവിട്ടുപടിയിലിരുന്നു കൊണ്ട് തൂവാലയിൽ എന്തോ തുന്നുന്നുണ്ട്. ദേവനെ കണ്ടതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പാപ്പനെവിടെ? എണീറ്റിട്ടില്ല, ഉറങ്ങാ. ഇത് വേണോ? ദേവൻ മേരിയുടെ നേരെ റോസാപ്പൂ നീട്ടി. എവിടുന്ന് കിട്ടി? അവിടെ കുറേ റോസാപ്പൂവുണ്ടോ? ഇല്ല, ഇതെന്റെ ചെങ്ങാതി തന്നതാ. ആഹാ, എന്നെ എനിക്ക് തന്നേക്ക്. ദേവൻ മേരിക്ക് ആ പനിനീർപ്പൂവ് നൽകി. അവൾ ദേവനെ നോക്കി വീണ്ടും ചിരിച്ചു. അപ്പാപ്പൻ എഴുന്നേക്കുമ്പോ ഞാൻ വന്നിരുന്നു എന്ന് പറയണം. പറയാൻ ചേട്ടായി. ദേവൻ തിരിച്ചു നടന്നു. വഴിയിൽ കുറുക്കനെയും മുള്ളൻ പന്നിയെയും കണ്ടു. ആ ഉണ്ണിയേട്ടനൊന്നും കാണണ്ട, തല്ലിക്കൊന്ന് കറിയാക്കും. ആരും ചോദിക്കാനുണ്ടാവില്ല. എന്റെ കാര്യവും ഏതാണ്ട് നിങ്ങളെപ്പോലെ തന്നെ. ഈ കാട്ടിൽ എന്തെങ്കിലും നടന്നാ ആരറിയാനാണ്? ദേവൻ വേഗം നടന്ന് വീട്ടുമുറ്റത്തെത്തി. എന്നാൽ ത്രേസിക്ക് പകരം മറ്റൊരു സ്ത്രീയാണ് അവിടെ വന്നിട്ടുള്ളത്. നിങ്ങളാരാ? എന്തു വേണം? ഞാനിവിടെ ചോറും കറിയും വെക്കാൻ വന്നതാ സാറേ. എന്റെ പേര് രമ. ത്രേസി ചേച്ചി എവിടെ? വയ്യാതെ കിടക്കുവാണ്. ഇന്നലെ രാത്രി മുതല് നല്ല പനിയായിരുന്നു. അതാ ഇന്ന് ഞാൻ വന്നത്. സാറിന് കഴിക്കാൻ എന്താ ഉണ്ടാക്കണ്ടേ? ത്രേസി ചേച്ചിക്ക് എന്തു പറ്റി? ഇന്നലെ പോകുമ്പോ കുഴപ്പമില്ലായിരുന്നല്ലോ. നിങ്ങൾ എന്താന്ന് വെച്ചാ ഉണ്ടാക്കിക്കോ. എനിക്ക് അവരെ ഒന്ന് കാണണം. ഞാൻ ഇപ്പോ വരാം. ദേവൻ തന്റെ ബൈക്ക് എടുത്തുകൊണ്ട് ത്രേസിയെ കാണാനായി പോയി.